അപ്പൊ ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമില് 1 million ഫോളോവേഴ്സ് നിങ്ങൾക്കുള്ളത്? 3 മുട്ട പപ്സ് കണ്ടുപിടിച്ചത് കൊടുക്കില്ല, അതറിയോ? അമ്മയും വെച്ച വാഴ അയാളോട് ആദ്യം പറയണം. ട്രംപ് പിന്നെ പകുതി ഇപ്പൊ നിർത്തുന്നത് പറയും, പിന്നെ ഇല്ലാന്ന് പറയും. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ബൃഹത്തായ വോട്ടിങ്ങിന് ശേഷം വ്ളോഗ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ കുറെ നാളെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു 3-4-5 മാസം. അതെ, അപ്പൊ നമ്മൾ കരുതി ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ആയിട്ട് പുതിയ രീതിയിൽ നമ്മൾ വീഡിയോ ആയിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ പഴയ ആൾക്കാരും പുതിയ രീതിയും. അതെ, നമ്മളിന്ന് ഇലക്ഷൻ ദിവസമായതുകൊണ്ട് നമ്മളൊക്കെ പോയി വോട്ട് ചെയ്തു. നമ്മൾ ഉത്തമരായ ഭാരതീയ പൗരന്മാരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കന്നി വോട്ടും കൂടിയാണ് പറ. ഫസ്റ്റ് വോട്ട്. ഓക്കെ, ഇവിടെ അമ്മയുണ്ട്. മിസ് ബീന, എന്താണ് വിശേഷം? വോട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവനെ കൊണ്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പോയത്. പക്ഷെ അലുവ കിട്ടിയില്ല. അലുവ തരും എന്നൊക്കെ പറഞ്ഞിരുന്നു, ഒന്നും കിട്ടിയില്ല. എന്താ ഞാൻ നാട്ടിലുള്ളപ്പോഴും ചെയ്യാറില്ല. അവന് ജോലി ഉണ്ടെന്ന് പറയും. കൊടുങ്ങല്ലൂര് മുഴുവൻ കന്നി വോട്ടർമാരായിരുന്നു. ഫോണില് മാത്രമേ പറയണുള്ളൂ. ആ ചേച്ചി പറഞ്ഞു കറുപ്പലുവായിരുന്നു, ഒക്കെ തീർന്നു എന്ന് പറഞ്ഞു. ചൊമ്പ് വെക്കാൻ പറ്റില്ലല്ലോ, പാർട്ടിക്ക് സപ്പോർട്ട് ആവില്ലേ? മനസ്സിലായിട്ടില്ലേ നിനക്ക് ഇവരെ കഷ്ടം? അപ്പൊ നമ്മള് എനിക്ക് പറയട്ടെ ഗൈസ്, ഇത് ഇവയുടെ പുതിയ കോസ്റ്റ്യൂമാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ജയിലർ സിനിമയിൽ മോഹൻലാല് തയ്ച്ച അതേ തുണി കൊണ്ടാണ് ഇവയും തയ്ച്ചിരിക്കുന്നത്, അല്ലെ? പുലി. ഇത് പുലി, ഇത് സിംഹം. മിസ് ബീന, നിങ്ങൾ ഒരുപാട് പേര് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ബീന എവിടെ, ബീന എവിടെയെന്ന്. അവരോട് എന്തത് വിറക്കണം നിങ്ങള്? അല്ല എന്റെ കണ്ണ് തിരിഞ്ഞില്ല. എന്നോട് ചോദിക്കുന്നത് അങ്ങനെയൊന്നല്ല. എന്താ വീഡിയോ ഇല്ലാത്ത അവസാനം ഞാൻ പറഞ്ഞു എന്റെ മോന് ഇവിടെ ഇല്ല. ഇത് വീഡിയോ ഇടുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ള കുറെ പേര് നിങ്ങളുടെ ആരാധകന്മാരായിട്ടുണ്ട്. അതെ, അത് ഇവര് കാണിക്കാതിരുന്നതാ കുശുംബായിട്ട്. കുറച്ചു കാലമായിട്ട് കുശുംബ. അത് കാരണം എന്നെ കാണിക്കാതിരിക്കാൻ ഇവയ്ക്ക് ഇൻസ്റ്റാഗ്രാം, മുന്നൂന് ഇൻസ്റ്റാഗ്രാം, ടുട്ടൂന് ഇൻസ്റ്റാഗ്രാം, എനിക്ക് മാത്രം ഒന്നുമില്ല. നിങ്ങളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമില്. ഇവര് മാറി എന്റെ വല്ല ഫോട്ടോ മൈല് കയറ്റണതാ. അപ്പൊ ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമില് 1 million ഫോളോവേഴ്സ് 3. അല്ല, അമ്മ ഇവിടെ കൊറേ കാര്യമായിട്ട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യം ചിക്കൻ ഫ്രൈ ഉണ്ട് ഇവിടെ. അത് കൂടാതെ ഇവിടെ നമ്മുടെ അടുത്ത മോരുകറി ഇങ്ങനത്തെയാ. ഇതില് കായ ഇടും മോരില്. നിങ്ങളുടെ അവിടെ കായ ഇടാറുണ്ടോ? മോരിന്റെ കുമ്പളങ്ങയല്ലേ ഇടാറ് സാധാരണ? കുമ്പളങ്ങ ഇടും, കായ ഇടും. എന്താണ്? മാങ്ങ ഇടും, കായിടും, പഴം പൊളിച്ച് പഴമാങ്ങ പുളിശ്ശേരി വയ്ക്കും, കായിടും, എന്താ പറയാ കുമ്പളങ്ങ ഇടും. മുരിങ്ങക്കോലും ഇടില്ല, കുമ്പളങ്ങ ഇടും, അങ്ങനെ എല്ലാം ഇടും. ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ഇടാറില്ലേ? ഓവാ. എന്നിട്ട് നിനക്ക് ചിക്കൻ മോര് എങ്ങനെയാണെന്ന് അറിയോടാ? ചിക്കൻ കറി വെക്കും, ആ ചിക്കൻ കറി ചോറും ഇടും, അതിന്റെ മീതെ തൈര് ഒഴിക്കും, എന്നിട്ട് ഇങ്ങനെ പിന്നെന്താ ബീഫും കായല്ലേ അമ്മ? ബീഫും കായും ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മള് ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ബീഫും കായും 3ാമത്തെ ദിവസമായി ഓടുന്നു. അല്ല, ഫസ്റ്റ് ഡേയാ, ഇന്ന് വെച്ചതാ. ഇത് വന്നിട്ട് നല്ല മീൻകറിയാണ്. ഈ മീനിന്റെ പേരെന്താ? കേര. പിന്നെ ഇവിടെ അച്ചാറുണ്ട്. ഇത് വന്നിട്ട് ചെമ്മീൻ അച്ചാറാണ്. നമുക്ക് വേണ്ടി മരണപ്പെട്ട ഒരുപാട് ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. സത്യല്ലേ? പിന്നെ ഇത് വന്നിട്ട് മാങ്ങ അച്ചാറാട്ടോ. നല്ല ബാലൻസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്തിരിക്കോളം പുറത്തേക്ക് യെസ്. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ നാടൻ കുത്തരി ചോറാണ്. ഇവിടെ നമ്മുടെ അപ്പുറത്തെ വയലിൽ നിന്ന് എടുക്കണ അരിയല്ലേ ഇത്? കുറച്ച് ദൂരം പോണം വയല് കിട്ടാൻ. ആ വയലിൽ നിന്ന് ഉണ്ടാക്കണ അരിയാണ്. പണ്ട് ദൂരദർശനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല, നീ കണ്ടിട്ടോന്നറിയില്ല, വയലും വീടും. ടിവിയിലാണ്. അതാണ് ദൂരദർശൻ, മറ്റേ ആകാശവാണി. വയലും വീടും റേഡിയോയിലും ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. നമ്മുടെ അപ്പാപ്പനൊക്കെ അതിൽ പോയി പങ്കെടുത്തിട്ടുണ്ട്. അപ്പാപ്പന് വെച്ചൊരു കപ്പ ഏകദേശം 100 കിലോ വന്നു. അപ്പനും അമ്മയും വെച്ച വാഴ അത് ആ മുറി കിടന്നുറങ്ങുന്നുണ്ട്. മുന്നില് വാഴാന്ന് വിളിച്ചു. എങ്ങനെയായിരുന്നു വോട്ട്? വോട്ട് നന്നായിരുന്നു. എനിക്ക് അവിടെയായിരുന്നു വോട്ട്. ഞാൻ വോട്ട് ചെയ്തു. ഏത് പാർട്ടിക്കാണ് കുത്തിയത്? അത് പറയാൻ പറ്റില്ല. അതെന്താ പറഞ്ഞോ? എടി, നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയാ. ഞാൻ പറയില്ല. ജയിക്കണ പാർട്ടിയാണ് ഞാൻ ചെയ്ത വോട്ട്.
നിനക്ക് ഭ്രാന്തായിട്ട് പറഞ്ഞോണ്ടിരിക്കണതാ, പറഞ്ഞ ആൾക്കല്ല ചെയ്യാ. അപ്പൊ പിന്നെ അതിൽ നല്ല പറയാതിരിക്കുന്നല്ലേ. എന്നാലും നിങ്ങൾ പറയും, ഇപ്പൊ പറയാത്ത വീട് അമ്മ പറ. ഞാൻ പറയില്ല. ചെയ്യട്ടെ, ഞാൻ 4-ാം തീയതി, എന്നാ മെയ് 4-ാം തീയതി കണ്ട് റിസൾട്ട് വരും. ഞാൻ ഇപ്പൊ പറയാം ഞാൻ ആർക്കാ വോട്ട് ചെയ്തത്. എന്തുകൊണ്ട് പറയണില്ല? അത് അവരുടെ രഹസ്യാണെന്നുള്ളതിനാണ് അവരുടെ പെട്ടിയുടെ ബോക്സിന്റെ ഉള്ളിൽ വെച്ചേക്കണത്. ചെന്നേ അപ്പൊ ഫോൺ കേട്ടില്ല, എവിടെ കൊണ്ടുവയ്ക്കോ നീ പോക്കറ്റിലേക്ക് ഇട്ട് കൊച്ചായിന്ന് പറഞ്ഞെടുത്ത് ഞാൻ പോക്കറ്റിലേക്ക് ഇട്ടു. ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇപ്പൊ മുന്നുന്റെ വർക്ക് കഴിഞ്ഞ് മുന്നേ ചോറിന വന്നിട്ടുള്ളൂ. മുന്നൂടെ ചോറിനാൻ വന്നിട്ടുണ്ട്. ഇവനെ നമ്മൾ ദത്തെടുത്തതാന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റീൽ പാത്രം. നമ്മളൊക്കെ ചില്ല് പാത്രത്തിലാ കഴിക്കുക. ഇവന് അവനത് സ്റ്റീൽ പാത്രം അവനും അവന്റെ കൊച്ചിനുമാണ്. അതെ, കൊച്ചിന് സ്റ്റീൽ പാത്രത്തിൽ കൊടുക്കാനേ പറ്റുള്ളൂ. പ്ലേറ്റിൽ കൊടുത്ത് അവള് പൊട്ടിക്കും. നിനക്കറിയോ നിന്നെ ഞങ്ങൾ ദത്തെടുത്തതാന്ന്? നീ വീട്ടിലത്തെ എല്ലാം കണ്ട. ഇവന് സ്റ്റീൽ പാത്രം നമ്മള് ഇവന് കൊടുക്കുന്ന കറികളും ഡിഫറെന്റാ. ചിക്കനൊന്നും ഇവന് കൊടുക്കില്ല. ആക്ച്വലി ഇവനെ മാത്രം നമ്മള് ദത്തെടുത്ത് വളർത്തണ്ടാ. തവിട് കൊടുത്ത് വാങ്ങിയതാണ്. ആ തവിട് വേണം പറഞ്ഞ മാതിരി. എന്തെങ്കിലും കറി നിന്റെ വോട്ട് രേഖപ്പെടുത്തൽ എങ്ങനെയുണ്ടായിരുന്നു? അന്ന് ഒറ്റ പാർട്ടിയുള്ളൂ. എന്താ ഐസ്ക്രീം കഴിക്കുന്നത്? റെഡ് വെൽവെറ്റും പിന്നെ കേക്കും. മോനെ ഈസ്റ്ററിന് വാങ്ങിച്ച ഈസ്റ്റർ പ്ലം കേക്കും, പ്ലം അല്ലടോ ക്യാരറ്റ്, ക്യാരറ്റ് ബീട്രൂട്ട് കേക്കും, അതിന്റെ ഒപ്പം നമ്മളുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീമും. എന്റെ അടുത്ത് ആൾക്കാരൊക്കെ ചോദിച്ചാൽ ചേച്ചി എന്റെ വ്ളോഗ് എവിടെ കാണാനില്ലല്ലോ. ഞാൻ അവര് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചേക്കാന്ന് പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിക്കുള്ളൂ, പക്ഷെ അൺഹെൽത്തി സാധനങ്ങളാണ് എനിക്ക് ഇഷ്ടം. അതാണ് എന്റെ പ്രശ്നം. പപ്സ് എന്തോരം ഞാൻ കഴിക്കണേന്നറിയോ? ചിറങ്ങരയില് പപ്സ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ കറുറ്റി വരെ പോയി പപ്സ് വാങ്ങിച്ചു തന്ന കഥയുണ്ട്. ശരിക്കും മുരിഞ്ഞ പപ്സ്, മുട്ട പപ്സ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ലൈം ജ്യൂസും വേണം. ശരിക്കും പപ്സ് സോസിന്റെ കൂടെ കഴിക്കുന്നത്. സോസ് എനിക്ക് ഇഷ്ടമല്ല. ലൈമിന്റെ അവിടെ ജ്യൂസ് ആക്കി തരാം. ഇതാണ് ബീനാസ് ബേക്കറി, എല്ലാം കിട്ടും ഇവിടെ. ഒരു കടി കടിച്ച എങ്ങനെയുണ്ട്? ഞാൻ കൊടുങ്ങല്ലൂർക്കാരുടെ പപ്സ് അത്. പപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുട്ട പപ്സ് മുട്ട പപ്സ് കണ്ടുപിടിച്ചത് കൊടുങ്ങല്ലൂർ. അതറിയോ? ആ കഥ പറഞ്ഞു കൊടുത്തമ്മേ. എനിക്കറിയില്ല, നീ തന്നെ പറഞ്ഞോളൂ. കാട്ടൂരിൽ നമ്മ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ പപ്സ് ഇല്ല ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രത്യേകമായ ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടുത്തെ ബേക്കറിയില് കൊടുത്തു. എന്നിട്ട് അവരോട് ഇതേപോലെ ഉണ്ടാക്കാൻ പറഞ്ഞു. അതിലൊരു മുട്ട അവര് വെച്ച് പുറത്തു കൊടുത്തു. നാട്ടുകാര് പിടിച്ചിട്ടിട്ട് അടിക്കരുത്. അത് മാത്രേ ഉള്ളൂ എനിക്ക് അപേക്ഷ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങള്? ചൂടൊക്കെ ഈ യുദ്ധം നടക്കുന്നതിനെ കുറിച്ച് എന്താ നടക്കുന്നതിനെ പറ്റി ഭയങ്കര വിഷമ. കാരണം എത്ര മനുഷ്യന്മാരാടാ മരിക്കണ. ആര് തെറ്റ് ചെയ്താലും അറിയാത്തവര് മരിക്കല്ലേ. ഒരു പാവമില്ലാത്ത കുഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഈ വ്ലോഗ് കാണാന്ന് വിചാരിക്കുക. അയാളുടെ എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ഒന്ന് നിർത്തി തരണേ യുദ്ധം. നെതന്യാഹു അയാളോട് ആദ്യം പറയണം. ട്രംപ് പിന്നെ പകുതി ഇപ്പൊ നിർത്തുന്നത് പറയും, പിന്നെ ഇല്ലാന്ന് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് കാണാറില്ല. അജയ് ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച വന്നേ. അമ്മ വിളിച്ച് ഓരോന്ന് ചോദിക്കുന്ന അടുത്ത് അമ്മയുടെ ഫോൺ വരുമ്പോഴാണ് ഞാൻ ന്യൂസ് അറിയാൻ പോറണ്ടേ. ഞാൻ അധികം എടുത്ത് നോക്കാനുള്ള സ്ട്രെസ് കാരണം. പണ്ട് കിടക്കുന്ന എനിക്കുമ്പോളേ ആദ്യം ദൈവമേ രക്ഷിക്കണേന്ന് പറയും. ഇപ്പൊ ഞാൻ എനിക്കുമ്പോ ആദ്യം പ്രാർത്ഥിക്കുക, ദൈവമേ ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അല്ലേ എന്ന് പറയും. എനിക്കിനേലും മുന്നേ എന്നെ മൊബൈല് തപ്പിയെടുത്ത് മൊബൈലിൽ നോക്കും എവിടെ ബോംബിട്ടേക്കണേ, വല്ലയിടത്തും വല്ല പ്രശ്നം തെറിച്ചിട്ടുണ്ടോ തള്ളിയിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ട് TV വെക്കുള്ളൂ. എന്താണെന്നറിയില്ല. വലിയ കഷ്ടം തന്നെയാ. എല്ലാ രാജ്യത്തുനിന്ന് മനുഷ്യന്മാരെങ്ങനെയുണ്ടേ. ദുബായിലും കുവൈറ്റിലൊക്കെയുള്ള ബഹ്റിനിലൊക്കെയുള്ള മലയാളികളോട് എന്താ പറയാനുള്ളത്? മലയാളികളല്ലടാ, എല്ലാ മനുഷ്യരോടും പറയാനുള്ളത് എന്തെങ്കിലും ഇതൊന്നും അവസാനിച്ച് കിട്ടിങ്ങ. എല്ലാ മനുഷ്യരും മനുഷ്യരല്ലേ. മോനെ എടാ, ഇവിടെ മലയാളികളെ വിട്ട് കേരളത്തെ വിട്ട് ഇന്ത്യ എല്ലാ മനുഷ്യരും പിടിച്ചു അമ്മ. കണ്ടാ മനുഷ്യ സ്നേഹം. എന്തുണ്ടായിട്ട് ഒരു സ്കൂള് പോയിട്ട് കൊറേ 100-150 കിടാങ്ങള്. ഇന്നലെ മറ്റേടുത്ത് കൊറേ എണ്ണം. ഇതൊക്കെ മനുഷ്യന്മാര് തന്നെയല്ലേ. എല്ലാ മനുഷ്യരല്ലേ. മലയാളികള്, ബന്ധുക്കള്, അങ്ങനത്തെ എല്ലാം നമ്മള് ചിന്തിച്ച് പറയണതേ. ഭയങ്കര കഷ്ടായിപ്പോയി. അപ്പൊ ഇപ്പൊ സമയം വന്നിട്ട് വൈകുന്നേരം 4:30 ആയിരിക്കുകയാണ്. ഇനി 5:30 ആയിരിക്കുകയാണ്. കണ്ണും കാണില്ല. 5:30 ആയിരിക്കുന്നത്. പൊട്ടാ കണ്ണു നോക്കണം. 5:30 ആയില്ലേ? പുറകെ നീട്ടിട്ട് വന്നിട്ടേ 4:30 ആയിരിക്കാന്ന്. ഞാൻ പറമ്പ് നനയ്ക്കാൻ പണിയില്ലെങ്കിൽ പോയി പറമ്പ് നനയ്ക്കാൻ കിടക്ക. ഉച്ചക്ക് തിന്നുന്നു, 4 മണിക്ക് തിന്നുന്നു. സൺ നോക്കണു എഴുതൂനെ. അതേമാതിരി സൺ നോക്കണു ഇവനെ. അതിന് ഇവ പറയാ അങ്ങനെയല്ല, സൺ കിസ്ഡ്. ഓ അന്ന് കിസ് ചെയ്തിട്ട് മതിയുടെ ഞാൻ ഒന്ന് തിന്നട്ടോ.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീണ്ടും വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഒരു വണ്ടി ഓഫ് ചെയ്തിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അത് ചോക്ക് വലിക്കണ്ടേ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ചോക്ക് വലിക്കണ പോലെ ഓക്കെ ഗൈസ്. അപ്പൊ ബുദ്ധിയുള്ളവരുടെ പോലെയൊക്കെ സംസാരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആണ് നമ്മളുടെ. അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. കുറെ പേര് നമുക്ക് മെസ്സേജും കമന്റ്സ് ഒക്കെ ഇട്ടിരുന്നു വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളും പറഞ്ഞ പ്രത്യേകിച്ച് ഞാൻ നമ്മളുടെ കസിൻസ് ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും പുറത്തൊക്കെ പോകുമ്പോ എന്താ ഒരു വീഡിയോ ചെയ്യാൻ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മളോടുള്ള സ്നേഹമുള്ള അപ്പൊ ലോട്ട്സ് ഓഫ് ലവ്. അതെ. അപ്പോ എനിക്കും ഈ പറഞ്ഞ പോലെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ സംഭവമായിരുന്നു. കുറച്ച് നാള് വ്ളോഗിംഗ് ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരിക്കാം എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. കാരണം വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ വീണ്ടും വ്ളോഗിംഗ് ചെയ്യാനായിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് വീണ്ടും വന്നപ്പോൾ ഞാൻ കരുതി ഓക്കെ ഫൈൻ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ളതിന്റെ പരീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് നിങ്ങൾ തന്ന ഇൻട്രസ്റ്റ് ആട്ടോ. അതെ. അതായത് പല സ്ഥലത്ത് വെച്ച് കാണുമ്പോ നിങ്ങൾ ഡയറക്റ്റ് പറയുന്നത് നമ്മുടെ ഫാമിലിനോട് പറയുന്നത് ആ ഒരു മോട്ടിവേഷൻ ആണ് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ്. അതെ. ഫുൾ സ്വിംഗിൽ നമ്മൾ എത്തണേ ഉള്ളൂ. അതിന് ഇത്തിരി കൂടി ടൈം എടുക്കും. ബട്ട് പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് മാത്രം. അതെ. ചിലപ്പോ ഫസ്റ്റ് ബോളിൽ തന്നെ ഇത് ഡക്കായിരിക്കും. അതെ, ഡക്ക് വറുത്ത് തള്ള വേറെ മൂഡ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹത്തിന് ഒരുപാട് നന്ദി. കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ.